ഏറ്റവും വലിയ സ്നേഹമേതാണ്? അത് സർവശക്തനായ അല്ലാഹുവിന്റെ സ്നേഹമാണ്. അത് പടച്ചവന്റെ സ്നേഹമാണ്. അവന്റെ അടിമകളോടുള്ള സ്നേഹം ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ വികാരം, ഏറ്റവും വലിയ സ്നേഹമായി നമ്മൾ കണക്ക് കൂട്ടുന്നത് സ്വന്തം പെറ്റുമ്മ തന്റെ മക്കളെ സ്നേഹിക്കുന്ന, ആ മക്കളെ താലോലിക്കുന്ന, ആ മക്കളോട് കാണിക്കുന്ന കരുതലാണ് ലോകത്തെ ഏറ്റവും വലിയ സ്നേഹമെന്ന് വിശ്വസിച്ചു പോയ സമൂഹത്തോട് പറയാനുള്ളത്. 6, 10 മാസം, 9 മാസം, 10 ദിവസം വയറ്റിൽ ചുമന്നിട്ട് മരണസമാനമായ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ച് 2 വർഷക്കാലം 24 മാസക്കാലം തന്റെ സ്തനത്തിൽ നിന്ന് സ്തനപാനം ചെയ്ത് മുലപ്പാല് കൊടുത്ത് തന്റെ ജീവിതത്തിന്റെ സർവ്വ സൗന്ദര്യവും തന്റെ പൊന്നുമോക്ക് പകർന്നു കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ വളർത്തിയെടുത്ത ഉമ്മ, നിങ്ങളുടെ സ്നേഹമുണ്ടല്ലോ, നിങ്ങൾക്ക് മക്കളോടുള്ള സ്നേഹമുണ്ടല്ലോ, അതിന്റെ 100 ഇരട്ടിയാണ് സർവശക്തനായ അല്ലാഹുവിനെ തന്റെ ദാസന്മാരോട്, അല്ലാഹുവിന് അവന്റെ അടിമകളോടുള്ള സ്നേഹം എത്രയാ? ഒരു ഉമ്മ തന്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ 100 ഇരട്ടിയെന്ന് ലോകത്തിന്റെ നായകൻ, മദീനയുടെ മണവാളൻ, ആമിനയുടെ പൊന്നുമോൻ, മക്കയുടെ രാജാവ്, നമ്മുടെ ഹൃദയത്തിന്റെ ജേതാവ്, നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പ്, നമ്മുടെ രോമാഞ്ചം, നമ്മുടെ സർവസ്വം, റൂഹി ഫിദാ അഹ്മദ് മുജ്തബ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഉമ്മയ്ക്ക് തന്റെ മക്കളോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടിയാണ് അത്രേ റബ്ബിന് നമ്മളോടുള്ളത്. ആ റബ്ബിനെ കളയാൻ എങ്ങനെ മനസ്സ് വരുന്നു പെങ്ങളെ? ആ പടച്ചവനോട് ചോദിക്കാതിരിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു പെങ്ങളെ? ചോദിക്ക് റബ്ബിനോട്, നീട്ട് തമ്പിനോട് കൈകൾ, അല്ലാഹുവിന്റെ നേരെ നീട്ട്. ആ ഉത്തരം അല്ലാഹു തആല സെക്കൻഡിൽ നിങ്ങൾക്ക് തരും, അതിലൊരു സംശയം വേണ്ട. ഇവിടെ അല്ലാഹു വിളിച്ചത് എന്താണ്? നബിയെ, എന്നെ പറ്റി നിങ്ങളോട് വന്ന് ചോദിച്ചല്ലോ, ഞാൻ ദൂരത്താണോ അടുത്തുണ്ടോ എന്ന്. അല്ലാഹുവിന്റെ ഹബീബേ, വഇദാ സഅലക ഇബാദി, എന്റെ ദാസന്മാര് അങ്ങയോട് ചോദിച്ചാൽ, എന്ത് പറഞ്ഞാ നമ്മൾ അഭിസംബോധന ചെയ്തത്? എന്റെ സൃഷ്ടികളെന്നാണോ പറഞ്ഞത്? അല്ല. എന്റെ മനുഷ്യരായ ആളുകളെന്നാണോ പറഞ്ഞത്? അല്ല. അല്ലാഹു നമ്മളെ പറ്റി പറഞ്ഞ വാക്കെന്താണ്? അബ്ദ്, അടിമ. നമ്മൾ പറയും പടച്ചവൻ ഭയങ്കര കിബിറിന്റെ ആളാണല്ലോ. അതെ, അല്ലാഹു അക്ബർ, അല്ലാഹു കബീറാൻ, അവൻ ജബ്ബാറാൻ. അഹങ്കാരം അവന്റെ അരമുണ്ടാൻ. അഹങ്കരിക്കാൻ അവന് മാത്രമേ അവകാശമുള്ളൂ, വേറെ ഒരുത്തനും അഹങ്കരിക്കാൻ ഒരു അവകാശവുമില്ല. അപ്പൊ അല്ലാഹു പറയുകയാണ്, എന്റെ അടിമകൾ അങ്ങയോട് വന്ന് ചോദിച്ചാൽ. ഇങ്ങോട്ട് കേൾക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കും. റമളാനാണ്, നിങ്ങൾ ഉറങ്ങിയ, ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പകർച്ചവ്യാധി ഏതാ? ഏറ്റവും വലിയ പകർച്ചവ്യാധി ഏതാ? ആ പ്രസംഗം കേട്ടവര് പറയും, ശരി ഉത്തരം പറയും. ഏതാണ് ഏറ്റവും വലിയ പകർച്ചവ്യാധി ഏതാ? കോവിഡാ? മാസ്കും വെച്ച് കൈയും നന്നായിട്ട് കഴുകി സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ ചെയ്താൽ ആ കോവിഡ് വലുതായിട്ട് പകരൊന്നുമില്ല. പിന്നെ പകർത്തിയതൊക്കെ മറ്റൊരു വശം, അത് പോട്ടെ. ഏറ്റവും വലിയ പകർച്ചവ്യാധി ഏതെന്നറിയോ? ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഏറ്റവും വലിയ പകർച്ചവ്യാധി കോട്ടുവായ. ഒരാള് വാ വലിച്ച് തുറന്ന ആ സൈഡിലിരിക്കുന്ന എല്ലെണ്ണം വാ തുറക്കും. നിങ്ങൾ പരിശോധിച്ചാൽ മതി, നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ. ഇത് ഏറ്റവും വലിയ ഒരു പകർച്ചവ്യാധിയാണ്. നിങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ നല്ല തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഇടയ്ക്ക് എഴുന്നേറ്റ് കഴിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോ നല്ലൊരു ഉറക്കം ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഉറങ്ങരുത്, ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഞാന് ഇന്നലെ സത്യം പറഞ്ഞാല് രാത്രി ഉറക്കം മുളച്ചിരുന്ന് ഈ ആവി പിടിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അത് എന്റെ വീട്ടിൽ 2 ഉണ്ട്, വണ്ടിക്കകത്ത് 3 ഉണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നല്ലോ. അത് വീണ്ടും വാങ്ങി രാത്രി 1/2 മണിക്കൂർ 1 മണിക്കൂർ അലാറം വെച്ച് എഴുന്നേറ്റ് ഇരുന്ന് ആവി പിടിച്ച് പകല് പറ്റൂലല്ലോ. അങ്ങനെ പിടിച്ച് അൽഹംദുലില്ലാ ഇച്ചിരി മാറ്റമില്ലേ? മാറ്റമുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളോട് പ്രസംഗിക്കാൻ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കും. ഒരാൾ ഇതിൽ അമല് ചെയ്താൽ എനിക്കത് മതി, അൽഹംദുലില്ലാ.
ഏറ്റവും നല്ല വാക്ക് ഏതെന്നറിയോ? അബ്ദ്, അടിമ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാ? അബ്ദ്, അടിമ. പഠിച്ചോളി. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുഅ്മിനാണ്, അതൊക്കെ നല്ലതാ. പക്ഷെ അള്ളാഹു നമ്മളിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വാക്ക് അബ്ദ് എന്ന വാക്കാണ്. മുസ്ലിം ആയാൽ, മുസ്ലിം ആയില്ലെങ്കിൽ ഏറ്റവും നല്ല വാക്ക് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയലാണ്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു ഭൂമിയിൽ ഏറ്റവും നല്ല വാക്കായി പറഞ്ഞത് ഞാൻ മുസ്ലിമാണെന്ന് പറയലാണ്. പക്ഷേ മുസ്ലിം ആയി കഴിഞ്ഞാൽ അല്ലാഹു നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വാക്ക് ഞാനൊരു മുസ്ലിമാണ് റബ്ബേ, ഞാനൊരു സുന്നിയാണ് പടച്ചവനെ, ഞാനൊരു മുജാഹിദാണ് അല്ലാഹുവേ, ഞാനൊരു ജമാഅത്താണ് പടച്ചവനെ, ഞാൻ AP ആണ് റബ്ബേ, EK ആണ് റബ്ബേ. ഇതല്ല അല്ലാഹ്ക്ക് ഇഷ്ടം. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നറിയോ? ഞാനൊരു അടിമയാ റബ്ബേ, ഞാനൊരു അടിമയാ റബ്ബേ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ 2 മുഅ്ജിസത്ത് ഏതാ? ഏറ്റവും വലിയ മുഅ്ജിസത്ത് 2 ഒന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മളെ വീട്ടിലെ ഭാര്യയ്ക്ക് മത്തി വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോ നാടി മത്തി പിടിച്ചോ എന്നും പറഞ്ഞിട്ട് കൊടുക്കും. അതേസമയം 1 പവൻ സ്വർണം വാങ്ങിയാൽ അങ്ങനെയാണോ പറയുന്നത്? എന്നാ പിടിച്ചോ, സ്വർണം 1 പവൻ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂല. എന്താ ചെയ്യുന്നത്? എന്റെ മുത്തല്ലേ, ചക്കരല്ലേ, പൊന്നല്ലേ, വാവയല്ലേ, എന്നാ പിടിച്ചോ, ഗിഫ്റ്റാണ്. കാരണം വില കൂടുന്ന സമ്മാനം കൊടുത്താൽ നമ്മൾ വിളിക്കുന്ന വാക്കുകൾക്ക് മനോഹാരിത കൂടും. അങ്ങനെയാണല്ലോ പൊതുവെ. അപ്പോ ഈ ഖുർആൻ നബിതങ്ങൾക്ക് അല്ലാഹു കൊടുക്കുമ്പോ നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാക്കും കൊണ്ടായിരിക്കണം അല്ലാഹു അഭിസംബോധന ചെയ്യേണ്ടത്. മാത്രമല്ല അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വാക്ക് കൊണ്ടായിരിക്കണം നബിതങ്ങളെ അല്ലാഹു വിളിക്കേണ്ടത്. എന്താ വിളിച്ചത്? അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അല്ലാഹുവിന് സർവസ്തുതികളും ഏത് പടച്ചവനാണ്? അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ആരംഭപ്പൂവായ നബി തങ്ങളുടെ മേൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹ്. അവിടെ ഖുർആൻ കൊടുത്ത കാര്യം പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചത് മുഹമ്മദേ എന്നല്ല, ഓ പ്രവാചകരെ എന്നല്ല, ഓ നബിയെ എന്നല്ല, ഓ ത്വാഹ എന്നല്ല, യാസീനെ എന്നല്ല. എന്താ വിളിച്ചത്? അബ്ദ്, അടിമയെ, എന്റെ അടിമയെ, എന്റെ ദാസാ, നിങ്ങൾക്ക് ഖുർആൻ ഞാൻ തന്നിരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ നബിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ വാക്കാണ്. ഇനി രണ്ടാമത് കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? ഏറ്റവും വലിയ നിഅമത്ത് നിശാപ്രയാണവും വാനാരോഹണവും, അഥവാ ഇസ്രാ മിഅ്റാജ്. ലോകത്തൊരു മനുഷ്യനും അല്ലാഹു കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. ഒരു നേതാവ് എപ്പോഴും അനുയായികളെക്കാൾ മുകളിലായിരിക്കണം. അന്ന് ആ കാലഘട്ടത്തിൽ ബെൻസ് ഇല്ല, BMW ഇല്ല, ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ ഒട്ടകം, കുതിര, കഴുത, കോവർ കഴുത, ആ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അള്ളാന്റെ ഹബീബിനെ 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? പിൽക്കാലത്ത് വരുന്ന അനുയായികൾ ചന്ദ്രനിൽ പോകും, ശനി പോകും, അതുപോലെ തന്നെ ചൊവ്വയിൽ പോകും, തട്ടുകട തുടങ്ങും. അപ്പോഴും നബിതങ്ങളെക്കാൾ വലിയ മഹത്വം അനുയായികൾക്കല്ലേ എന്ന് ഏതെങ്കിലും അബ്ദുൽ ജബ്ബാറോ ജാമിദയോ ജസ്ലാമാടശ്ശേരിയോ അബ്ദുള്ള കുട്ടിയോ വിവരം കെട്ട ഏവനെങ്കിലും ഏവളെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടിയായി നേരത്തെ തന്നെ പടച്ചവൻ പറഞ്ഞു, സുബ്ഹാനല്ലദി യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അല്ലാഹുവാണ്. ഏത് അല്ലാഹു? അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്. ഏത് പടച്ചവൻ? അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിലേക്ക്, പരിശുദ്ധ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രി യാത്ര ചെയ്യിപ്പിച്ച അല്ലാഹുവിനെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ അവിടെയും അല്ലാഹു തആല പറഞ്ഞ വാക്ക് അബ്ദ്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി. അപ്പോൾ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? അബ്ദ് എന്ന വാക്കാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയണം, അല്ലാഹ് ഞാൻ ഒരു ദാസനാ റബ്ബേ, ഞാൻ നിന്റെ ഒരു ദാസനാ അല്ലാഹ്. ആ ഒരു മനസ്ഥിതി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മൾ അല്ലാഹുവിന്റെ മാത്രം അടിമയാണ്, വേറെ ഒരുത്തന്റെ അടിമയല്ല. ഒരാളുടെയും അടിമത്വം നമ്മൾ അംഗീകരിക്കൂല. നമ്മൾ ഒരേ ഒരു സൃഷ്ടാവായ, ഉടമസ്ഥനായ, രാജാതിരാജനായ, മലിക്കുൽ മുലൂക്കായ, ലിമനിൽ മുൽക്കുൽ യൗമിൻ, ആർക്കാണ് അധികാരമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് മാത്രമാണ് എന്ന മഹ്ശറ വൻസഭ എന്ന ഒലിച്ചാൻ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പത്തര താപം കൊണ്ട് വിറയ്ക്കുന്ന മഹ്ശറ വൻസഭയിൽ വെച്ച് വിളിച്ചു പറയുന്ന, ലോകത്തെ മുഴുവൻ അധികാരികളും വിളിച്ചു പറയുന്ന ആ മഹ്ശറയുടെ അധിപനായ, മാലിക് യൗമിദ്ദീനായ അല്ലാഹു മാത്രമാണ് നമ്മുടെ ഉടമ. ആ ഉടമസ്ഥനായ റബ്ബിന്റെ അടിമകളാ നമ്മൾ. ഒരുത്തന്റെയും അടിമകൾ നമ്മളല്ല. നമ്മളെ നിയന്ത്രിക്കാൻ നമ്മുടെ റബ്ബ് മാത്രമേ ഉള്ളൂ.
ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അപ്പോ ഹബീബായ നബിതങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബേ, ആരെങ്കിലും അങ്ങയോട് വന്നിട്ട് ആരെങ്കിലും അങ്ങയോട് വന്നിട്ട് ചോദിക്കുമ്പോഴെന്നല്ല പറഞ്ഞത്, വഇദാ സഅലക ഇബാദി, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഒരു ഉമ്മയെക്കാൾ 100 ഇരട്ടി സ്നേഹം കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ദാസന്മാര് എന്നെ പറ്റി ചോദിക്കുമ്പോ, നബിയേ ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപത്ത് തന്നെ ഉണ്ട് നബിയേ. നിബിതങ്ങളോട് അള്ളാഹു പറഞ്ഞതെന്താണ്? ചോദിച്ചാൽ ഞാൻ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയൂ എന്നല്ല പറഞ്ഞത്. അത് അന്യ ആളുകളോട് സംസാരിക്കുമ്പോഴാണ് നബിയെ ഞാൻ അവരുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂ എന്നല്ല പറഞ്ഞാൽ നമ്മളെ അന്യന്മാരായി അല്ല കണ്ടതുപോലെയല്ലേ. അവിടെ അള്ളാഹു അങ്ങനെ പറയാൻ പറഞ്ഞില്ല. അള്ളാഹു പറഞ്ഞതെന്താണ്? എന്നെപ്പറ്റി അങ്ങയോട് ചോദിച്ചാൽ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ പടച്ചവൻ നമ്മളോട് അടുത്തിരിക്കുന്നു. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, നമ്മുടെ കരണഞരമ്പിനേക്കാൾ അല്ലാഹു നമ്മളോട് അടുത്തിരിക്കുകയാ. കരണഞരമ്പിനോളം അടുക്കാൻ ലോകത്താർക്കെങ്കിലും കഴിയോ? നമ്മുടെ രാത്രികളെ ധന്യമാക്കി മാറ്റുന്ന ആരുടെ മാറിടത്തിന്റെ സുഗന്ധമാണോ നമ്മൾ ഏറ്റുവാങ്ങുന്നത്? ഒരു ശീറ്റിന്റെ തുള്ളിൽ നമ്മളെ കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നമ്മളോട് കരണഞരമ്പിനോളം അടുക്കാൻ കഴിയില്ലല്ലോ മുസ്ലിമേ. നമ്മൾ താലോലിക്കുന്ന കരളിന്റെ കരളായ, ജീവന്റെ ജീവനായ പൊന്നുമക്കളെ ഒരിക്കലും നമ്മുടെ കരണഞരമ്പിനോട് മക്കൾക്ക് അടുക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ കരണഞരമ്പിനോട് അടുക്കാൻ കഴിയുന്ന ആർക്കാ? വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, കരണഞരമ്പിനേക്കാൾ ഞാൻ അവനോട് അടുത്തിരിക്കുകയാ. എന്റെ നാഥനുണ്ടല്ലോ. ആരൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും, ആരൊക്കെ എന്നെ കൈയൊഴിഞ്ഞാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോടൊപ്പം ഉണ്ടല്ലോ. ആരെന്നെ പറ്റി പറഞ്ഞാലും എന്റെ കൂടെ വരുന്നത് എന്റെ റബ്ബ് മാത്രമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ. എല്ലാരും നിന്നെ വീട്ട് തെറ്റിയകന്ന് പോയാലും ശരി, ഇല്ലല്ലോ തെല്ലോ വിഷാദം കൂട്ടിനു നീയെങ്കിൽ. എല്ലാരും നിന്നെ വീട്ട് തെറ്റിയകന്ന് പോയാലും ശരി, ഇല്ലല്ലോ തെല്ലും വിഷാദം കൂട്ടിനു നീയെങ്കിൽ. ആര് നമ്മളെ തള്ളി പറഞ്ഞാലും, ആര് നമ്മളെ കൈയൊഴിഞ്ഞാലും, നമ്മളെ ചേർത്ത് നിർത്തുന്ന നമ്മുടെ വികാരമേ പടച്ച തമ്പുരാൻ, ആ സർവശക്തനായ, സർവഗുണ സമ്പൂർണനായ, സർവാധിനാഥനായ, സർവജ്ഞനായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ. ആ പടച്ച തമ്പുരാൻ നമ്മുടെ സമീപത്താണ്, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ നാഥനുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആ, എന്റെ അടിമകളെ എന്നെ വിളിച്ചാൽ ഞാൻ കേൾക്കും എന്നല്ല അല്ലാഹു പറഞ്ഞത്. എന്നോട് ദുആ ചെയ്യുന്ന എന്റെ അടിമകളെ ഞാൻ കേൾക്കും എന്നല്ല അല്ലാഹു പറഞ്ഞത്. മറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ്? അല്ലാഹു മറയില്ലാതെ സംസാരിച്ചു. നമുക്കെന്തിനു മറാം? നമ്മൾ എന്തിനാണ് സമ്പത്തിനെ, അതുപോലെ തന്നെ വ്യക്തികളെ കൊണ്ട് മറ സൃഷ്ടിക്കുന്ന രണ്ടിന് നമ്മുടെ പടച്ച തമ്പുരാൻ മറയില്ലാതെ പറഞ്ഞതെന്താണ്? ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്യുന്നവന് ഉജീബു ദഅവത്തദ്ദാഇ, ഞാൻ ഉത്തരം കൊടുക്കും. ഞാനത് കേൾക്കും എന്നല്ല പറഞ്ഞത്. എന്നോട് ദുആ ചെയ്യുന്നവന് ഞാൻ ഉത്തരം കൊടുക്കും. ഉജീബു ദഅവത്തദ്ദാഇ, ഞാൻ അവന് ഉത്തരം കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഫലസ്തജീബൂലി, എന്നോട് ചോദിക്കും, എന്നോട് ചോദിക്കും. അല്ലാഹു പറയാണ്, എന്നോട് ചോദിക്കും നിങ്ങൾ. വലിയുമിനു ബി, എന്നെ കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വിശ്വസിക്കും നിങ്ങൾ. എന്നിട്ട് എന്നോട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ചോദിക്കണ്ടേ? നമുക്ക് ചോദിക്കുന്നില്ലേ നമ്മള്? പക്ഷെ എന്ത് കിട്ടുന്നു? എന്താ കാരണം കിട്ടാത്തത്? കേട്ടോളി സഹോദരിമാരെ, കേക്കി. എന്താ നമ്മളെ ദുആ? ഞാൻ ആദ്യം ഒന്ന് പറയാം. പടച്ചവനെ, നീ എന്നെ മാത്രം എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ?
ഞാൻ എന്ത് തെറ്റ് നിന്നോട് ചെയ്തു? അല്ലാഹുവേ, ഞാൻ ഉംറയ്ക്ക് പോയില്ലേ, ഹജ്ജിന് പോയില്ലേ, പാവങ്ങളെ സഹായിച്ചില്ലേ, ഭക്ഷണം കൊടുത്തില്ലേ, ഞാൻ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക, എന്നെ മാത്രം എന്താ റബ്ബേ നീ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്താ എനിക്ക് മാത്രം ഒരു പരീക്ഷണം? എന്നാ നീ പരീക്ഷണം നിർത്തുന്നത്? ഇങ്ങനെയൊക്കെ നമ്മൾ ദുആ ചെയ്താൽ ആരാണ് സ്വീകരിക്കുക? 3 പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു തആല അടുത്തടുത്ത് പറഞ്ഞു. ശ്രദ്ധിക്കണേ, സൂറത്തുൽ അംബിയായിലാണ്. ശ്രദ്ധിക്കണം, ഈ സൂറത്തുൽ അംബിയായിലെ ഈ 3 പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അവരുടെ ദുആയുടെ ശൈലി എന്തായിരുന്നു, അത് നമ്മളൊന്ന് ഇന്നത്തെ ദുആ മുതൽ സ്വീകരിക്കണം. ഉറപ്പാ സഹോദരങ്ങളെ, നമ്മുടെ ദുആ അല്ല കേട്ടില്ലെങ്കിൽ നമ്മുടെ ദുആ പിന്നെ ആരാ കേൾക്കുക? അല്ല നമ്മുടെ ദുആ കേട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ ദുആയാ കേൾക്കുക? അതുകൊണ്ട് നമുക്ക് നമ്മുടെ റബ്ബേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ശൈലി ഇന്നത്തെ ദിവസം മുതൽ നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തി അല്ലാഹു തൗഫീഖ് തരട്ടെ. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർറു വ അന്ത അർഹമുർ റഹീമീൻ. ആരാണ് പ്രവാചകനെന്നറിയില്ലേ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമയായിരുന്നല്ലോ. പ്രിയപ്പെട്ട ഭാര്യമാർ ഉപേക്ഷിച്ചു പോയ രോഗം വന്നപ്പോ സമ്പത്ത് മുഴുവനും അല്ലാഹു തിരിച്ചെടുത്തു. ധാരാളം കന്നുകാലികൾ ഉണ്ടായിരുന്നു, മുഴുവനും ചത്തൊടുങ്ങി. കൃഷിപ്പാടങ്ങളെ ഏക്കർ കണക്കിന് എസ്റ്റേറ്റുകൾ ഉണ്ട്, എല്ലാം കരിഞ്ഞുപോയി, എല്ലാം നശിച്ചുപോയി. ഭാര്യമാര് പോയി, പൊന്നുമക്കളെ മരണപ്പെട്ടു പോയി, പൊന്നുമക്കൾ മരിച്ചുപോയി. അതുപോലെ ഭാര്യമാർ ഉപേക്ഷിച്ചു പോയി, കന്നുകാലികൾ ചത്തൊടുങ്ങി, എസ്റ്റേറ്റുകൾ കരിഞ്ഞുണങ്ങി. ഇത് മാത്രം കൊണ്ട് അല്ലാഹു പരീക്ഷണം നിർത്തിയില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു രോഗം കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ പോലെ റബ്ബേ എനിക്ക് അസുഖം എന്തിനാ തന്നതെന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചില്ല. ഒരിക്കൽ പോലും അയ്യൂബ് നബി അലൈഹിസ്സലാം അതിന്റെ പേരിൽ പരിഭവം കാണിച്ചില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഒരേ ഒരു മോഹമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് പരീക്ഷണം വന്നാലും അല്ലാ എനിക്ക് ദിക്ർ ചൊല്ലാൻ നാവിന് ശേഷിയുണ്ടല്ലോ, എനിക്ക് നാവിന് ചലനശേഷിയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ദിക്ർ ചൊല്ലി നിന്നിലേക്ക് അടുക്കുകയാണ് അല്ലാ. അവസാനമാ രോഗം വന്ന് നാവിനെ പിടികൂടാൻ ഒരുങ്ങുമ്പോ ഈ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. അല്ലാഹുവേ, എന്റെ നാവിലും കൂടി ആ അസുഖം വന്നിരിക്കുകയാ. ഇനി ഞാൻ എങ്ങനെയാണ് എന്റെ റബ്ബിനെ തസ്ബീഹ് ചൊല്ലുന്നത്? ഇനി എങ്ങനെയാണ് എന്റെ റബ്ബിനെ ഞാൻ ദിക്ർ ചൊല്ലുന്നത്? അതുകൊണ്ട് തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു. നാഥനായ അല്ലാഹുവിനോട് അയ്യൂബ് നബി ദുആ ചെയ്തത് ഓർക്കു നബിയേ. ഓ പാലക്കാട് ജില്ലയിലെ കരിങ്കല്ലത്താണിയിലെ നാട്ടുകല്ലിലെ കേൾക്കുന്ന വിശ്വാസി സമൂഹമേ, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ കേൾക്കൂ. അല്ലാഹു പറയുകയാ, അന്നീ മസ്സനിയൽ ളുർർ. അല്ലാഹുവേ, എനിക്ക് ഇടങ്ങേറ് വന്നിരിക്കുകയാണ് അല്ലാ, എനിക്ക് ഇടങ്ങേറ് വന്നിരിക്കുകയാണ് റബ്ബേ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ദുആ ഇങ്ങനെയാണ്, അന്നീ മസ്സനിയൽ ളുർർ. എനിക്ക് ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ് അല്ലാ. അത് മാറ്റിത്തരണമെന്നല്ല പറഞ്ഞത്, അതെനിക്ക് മാറ്റിത്തരണമെന്നല്ല പറഞ്ഞത്. അല്ലാഹുവേ, എനിക്ക് ബുദ്ധിമുട്ട് വന്നു. നീ ആരാണ്? അന്ത അർഹമുർ റഹീമീൻ. നീ ഏറ്റവും വലിയ കരുണ ചൊരിയുന്നവനാ, കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കരുണ ചൊരിയുന്നവനാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ദുആ ഇതായിരുന്നു. ആ ദുആ അങ്ങോട്ട് ചെയ്യേണ്ട താമസം എന്താണ് അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞതെന്നറിയോ? ഫസ്തജബ്നാ ലഹ്. അയ്യൂബ് നബിക്ക് നാം ഉടനെ ഉത്തരം കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യമാര് തിരികെ വന്നില്ലേ? മക്കൾക്ക് അല്ലാഹു തആല മരണം കൊടുത്തെങ്കിലും പകരം കൊടുത്തില്ലേ? സ്വത്തും സമ്പാദ്യവും അല്ലാഹു മടക്കി കൊടുത്തില്ലേ? ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ആളായിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം മാറിയില്ലേ? അല്ലാഹു ഉത്തരം കൊടുത്തു. എന്താണ് കാരണമെന്നറിയോ? പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലെ ചാലിച്ചെടുത്ത ശരീരമായിരുന്നു അയ്യൂബ് നബിയുടേത്. തീ തൊടാത്ത തങ്ക
തങ്കത്തിന് തിളക്കമില്ലല്ലോ. സഹോദരങ്ങളെ, സ്വർണം അറിയുന്നവർക്ക്, സ്വർണത്തിന്റെ നിർമ്മാണം അറിയുന്നവർക്ക്, സ്വർണം ഉരുക്കുന്നത് അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാമല്ലോ. സ്വർണം തീയിൽ വെച്ച് ഇത്രത്തോളം തങ്കത്തെ തീയിൽ വെച്ച് ചാലിച്ചെടുക്കുന്നു, അത്രത്തോളം അതിന് തിളക്കം കാണുമല്ലോ. തീ തൊടാത്ത തങ്കത്തിന് തിളക്കം കാണൂല. പെർഫ്യൂം ഷോപ്പിൽ നിങ്ങൾ ചെല്ല്, കണ്ണാടി കൂട്ടില് ഊദിന്റെ തടികൾ എങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, പക്ഷേ മണമുണ്ടാകൂല. അതില് തീ കൊളുത്തിയാലേ അത് മണക്കുകയുള്ളൂ. സഹോദര, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ആ നറുമണത്തെയും സൗരഭ്യത്തെയും അല്ലാഹു പുറലോകം കാണിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുക്കുകയാ. അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്ത ശൈലി ഏതെന്നറിയോ? അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത് വഅന്ത അർഹമുർ റഹീമീൻ, അല്ലാഹുവേ ചെയ്യുന്നവനാ. ഒന്നാമതായി നമ്മുടെ ദുആയുടെ ശൈലിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഇത് തന്നെയാണ്. ഏത്? എന്റെ സഹോദരങ്ങളെ, റബ്ബിനെ പരമാവധി പുകഴ്ത്തുക, അല്ലാഹുവിനെ പരമാവധി പുകഴ്ത്തുക. നമ്മൾ ചെയ്യുന്നത് എന്താണ്? നീ എന്തിനെന്നോട് ഇങ്ങനെ കാണിച്ചു? ഞാൻ അതിന് മാത്രം എന്ത് നിന്നോട് തെറ്റ് ചെയ്തു? നീ എന്താ എന്നെ ഇങ്ങനെ വിട്ടുമാറാതെ പരീക്ഷണം തരുന്നത്? ഇങ്ങനെയല്ല പറയേണ്ടത്. ഇവിടെ അയ്യൂബ് നബി അലൈഹിസ്സലാം റഹീമാണ് നീ എന്നല്ല പറഞ്ഞത്, റാഹിമാണെന്നല്ല പറഞ്ഞത്. അതിന്റെയും അർത്ഥം കരുണ എന്നാണ്. പക്ഷേ അർഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കരുണ ചൊരിയുന്നവൻ, അതിനപ്പുറത്ത് വേറെ ആരുമില്ല. ഇസ്മു തഫ്ളീലാണ്. ഏറ്റവും വലിയ കരുണ ചൊരിയുന്നവനാണ് നീ. എപ്പോഴാ? അല്ലാഹു അക്ബർ. ശരീരം മുഴുവനും രോഗം പിടിപെട്ട് എല്ലാവരും ഉറ്റവരും ഉടയവരും ഒഴിവാക്കി പോയപ്പോ അയ്യൂബ് നബി പറയാണ്, എന്റെ അല്ലാഹ്, ഇനിയെങ്കിലും എന്നോട് കരുണ കാണിച്ചൂടെ? അങ്ങനെ എല്ലാ അർത്ഥം എന്താ പറഞ്ഞത്? നീ എന്തോ എന്നെ ചെയ്തോ. അന്ത അർഹമുർ റഹീമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാ. അല്ലാഹുവിനെ അങ്ങോട്ട് പുകഴ്ത്തി നമ്മളിത് ചെയ്യണം. ഏറ്റവും നല്ല പ്രാർത്ഥന ഏത് സൂറത്തിലാ? സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിലെ പ്രാർത്ഥന ഏതാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ എന്നാണ്. അതിന് മുമ്പുള്ള ആയത്തുകൾ എന്താണ്? മൊത്തം റബ്ബിനെ പുകഴ്ത്തലല്ലേ. ചിന്തിക്ക്, പഠിക്ക് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ് എന്റെ സർവ്വ തുടക്കങ്ങളും സർവ്വ ചലനങ്ങളും സർവ്വ നിശ്ചലനങ്ങളും സർവ്വതും എന്റെ റബ്ബിന്റെ നാമം കൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമുൽ അർഹാമി, അർവാഹിന്റെയും ആലമുൽ അർഹാമിന്റെയും ആലമുൽ അജ്സാമിന്റെയും ആലമുൽ ബർസഖിന്റെയും ആലമുൽ ആഖിറത്തിന്റെയും 5 ലോകങ്ങളുടെയും അധിപൻ നീയാണ്. അവിടത്തെ മുഴുവൻ സ്തുതികളും നിനക്കാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു അർ റഹ്മാനിർ റഹീം. പലരും അർത്ഥം വയ്ക്കുന്ന കരുണാകരനും കരുണാനിധിയും. ഇത് 2 മുഖ്യമന്ത്രിമാരാ, ഒന്ന് കേരളത്തിന്റെ, മറ്റേ തമിഴ്നാട്ടിന്റെ. എല്ലാവരും കരുണാകരനും കരുണാനിധിയുമായ അല്ലാഹു. ഏത്? എന്റെ പൊന്ന് സഹോദരങ്ങളെ, മലയാള ബുക്ക് വാങ്ങി വെച്ച് പഠിച്ചാൽ അങ്ങനെ പറയാൻ പറ്റൂ. അങ്ങനെയാണോ? കരുണാകരനും കരുണാനിധിയുമായ അല്ലാഹു എന്ന് പറഞ്ഞാൽ എന്ത്? റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞാൽ ഒരു സ്വാമി ഖുർആനിന്റെ തഫ്സീർ എഴുതി. തഫ്സീറല്ല, അതിന്റെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞിട്ടൊരു ഒരു ലേഖനം എഴുതി. ഫാത്തിഹയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞിട്ടൊരു സ്വാമി അദ്ദേഹത്തിന്റെ ഒരു ലേഖനം എഴുതി. എന്താണെന്നറിയാം അതിന്റെ റഹ്മാനെ പറ്റി അദ്ദേഹം പറയുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയാളെ കണ്ടാൽ ഒരു ചായ വാങ്ങി കൊടുക്കണം. അയാൾ പറയാണ്, റഹ്മാൻ എന്ന് പറഞ്ഞാൽ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ മഴവെള്ളം പോലെയാണ്. റഹീം എന്ന് പറഞ്ഞാൽ കിണറിലെ വെള്ളം പോലെയാണ്. എന്ത് മനസ്സിലായി? മഴവെള്ളം അധ്വാനിക്കുന്നവനും കിട്ടും, ഇല്ലാത്തവനും കിട്ടൂലേ? മഴവെള്ളം ആർക്കാ കിട്ടാത്തത്? ഇവിടെ കള്ളകുടിയനും മഴവെള്ളം കിട്ടും, പലിശ തിന്നുന്നവനും കിട്ടും, നിസ്കരിക്കുന്നവനും കിട്ടും, എല്ലാവർക്കും എന്ത് കിട്ടും? മഴവെള്ളം കിട്ടും. അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ വീടിന്റെ മുകളിൽ മാത്രം മഴവെള്ളം ഇറക്കി കൊടുക്കുവോ? ഇല്ല, എല്ലാവർക്കും മഴവെള്ളം കിട്ടും. പക്ഷെ കിണറിലെ വെള്ളം അധ്വാനിക്കുന്നവന് മാത്രമേ കിട്ടൂ. എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് ആളെ നിർത്തി പൊരയിടത്തിൽ കിണർ കുത്തുന്നവനെ വെള്ളം കിട്ടൂ. അതാണ് റഹീം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പോ മനസ്സിലായ? ഇവിടെ ഇബാദത്തൊക്കെ എടുത്ത് റാഹത്തായ ആളുകൾക്ക് മാത്രം, അഥവാ കഠിനാധ്വാനം ചെയ്യുന്നവന് ആഖിറത്തിൽ പ്രതിഫലം കിട്ടുള്ളൂ. റഹ്മാൻ എന്ന് പറഞ്ഞാലോ കള്ളുകുടിയനും പെണ്ണുപിടിയനും ഒക്കെ ഭക്ഷണം കിട്ടും, ഫ്രൂട്ട്സ് കിട്ടും, പച്ചക്കറി കിട്ടും, അതുപോലെ ഇറച്ചി കിട്ടും, മത്സ്യം കിട്ടും, സർവ്വ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ കിട്ടും. അത് വലിയ കാര്യമൊന്നുമില്ല. ദുനിയാവ് ഒരാൾ നേടിയെന്ന് പറഞ്ഞാൽ അത് ഒന്നുമല്ലടാ. ദുനിയാവ് ഒന്നുമല്ല. ഒരു ഈച്ചയുടെ ചിറകിന്റെ വിലയുടെ വലിപ്പം ദുനിയാവിനുള്ള കൊടുത്തിരുന്നെങ്കിൽ
ഒരു തുള്ളി വെള്ളം അല്ലാഹ് കാഫിറിന് കൊടുക്കൂലായിരുന്നു. ദുനിയാവിന് ഈച്ചയുടെ ചിറകിന്റെ വിലയുടെ വെളിപ്പുണ്ടായിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ ഒരാൾക്ക് കോടിക്കണക്കിന് സമ്പത്തുണ്ടെന്ന് പറഞ്ഞാൽ പോടാ നിന്റെ ജോലി നോക്കി. ആർക്ക് വേണോടാ പണം? ഇവിടെ സുജൂദ് ചെയ്യാത്ത നിരീശ്വരവാദികൾക്കും കിട്ടിയടാ ഈ ദുനിയാവ്. പിന്നെ ആർക്ക് വേണം നിന്റെ ദുനിയാവ്? ദുനിയാവ് കിട്ടിയെന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല സഹോദരങ്ങളെ. ആഖിറത്തില് ഒരു സ്ഥാനം കിട്ടിയാൽ അൽഹംദുലില്ലാ, അതല്ലേ നമുക്ക് വേണ്ടത്? അതാണ് നമുക്ക് വേണ്ടത്. ദുനിയാവില് പണം ഇല്ല, അൽഹംദുലില്ലാ. പണമുണ്ട്, അൽഹംദുലില്ലാ. എന്തുണ്ടെങ്കിലും അൽഹംദുലില്ലാ. നല്ല വണ്ടിയില്ല, അൽഹംദുലില്ലാ. വണ്ടിയുണ്ട്, അൽഹംദുലില്ലാ. വീട് തീരെയില്ല, അൽഹംദുലില്ലാ. വീടുണ്ട്, അൽഹംദുലില്ലാ. അങ്ങനെ ആവണം നമ്മൾ. ദുനിയാവല്ലേ. ഇവിടെ നിന്ന് മണ്ണാർക്കാടേക്ക് ബസ് കയറാൻ വേണ്ടി നിൽക്കുമ്പോ ഈ നാട്ടുകല്ല് വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുമ്പോ ഒരാള് പറയുന്നു, ഈ വെയിറ്റിംഗ് ഷെഡ് ഒന്ന് മോടി പിടിപ്പിക്കണം, ഇതിനെ ഒന്ന് ടൈലിടണം, ഇതിനെ ഒന്ന് മനോഹരമാക്കണം. ഏത് മണ്ടനാണത് ചെയ്യുക? അവന് യാത്ര ചെയ്ത് മണ്ണാർക്കാടെത്തേണ്ട വണ്ടി വരുന്നത് നോക്കി നിൽക്കേണ്ടവനാണല്ലോ. ഏറ്റവും നല്ല ബുദ്ധിമാൻ കിട്ടുന്ന വണ്ടിയിൽ കയറി മണ്ണാർക്കാട് ചെന്നിട്ട് അവിടത്തെ വീട് ശരിപ്പെടുത്തല, മറിച്ച് നാട്ടുകല്ലിൽ ഇറങ്ങി നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡ് ശരിയാക്കലല്ല. മരണമാകുന്ന വണ്ടി നമ്മെങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കിട്ടുന്ന വണ്ടിയിൽ കയറിയിട്ട് റബ്ബിന്റെ അടുത്ത് ഇറങ്ങിയിട്ട് അവിടത്തെ ആഖിറം നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പണിയെടുക്കലാണ് വേണ്ടത്. അല്ലാതെ ഈ ദുനിയാവെന്ന വെയിറ്റിംഗ് ഷെഡിനെ മോടി പിടിപ്പിച്ചുകൊണ്ട് നിൽക്കലല്ല വേണ്ടത്. അതുകൊണ്ട് ദുനിയാവെന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. ആഖിറമാണ് വേണ്ടത് സഹോദരങ്ങളെ. അതുകൊണ്ട് ദുആ എന്ന് പറയുമ്പോ അല്ലാഹുവിനോട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ശൈലി ഏതാണ്? പരമാവധി പടച്ചവനെ പുകഴ്ത്തുക. അല്ലാഹ് നീ സ്നേഹസമ്പന്നനാണ്, കരുണാമയനാണ്, അടിമകളോട് ദയയുള്ളവനാണ്. അല്ലാഹുവേ നീയേ ഉള്ളൂ ഞങ്ങളെ രക്ഷിക്കാൻ, നിനക്കേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ, നീ ഞങ്ങളുടെ സൃഷ്ടാവാണ്. ഇങ്ങനെ അറിയുന്ന ഭാഷയിൽ റബ്ബിനെ പുകഴ്ത്തുക. ഫാത്തിഹയിലും അങ്ങനെയാണ്. മാലിക് യൗമിദ്ദീൻ, ഉടമസ്ഥനായ അല്ലാഹ് നീയാണ്, പുനരുദ്ധാരണ ദിവസത്തിന്റെ അധിപൻ നീയാണ്. ഇയ്യാക നഅ്ബുദു, നിന്നോടല്ലാതെ ഞങ്ങൾ ആരുടെ മുന്നിലും ശിരസ കുനിക്കൂല. വ ഇയ്യാക നസ്തഈൻ, നിന്നോടല്ലാതെ ഞങ്ങൾ ദുനിയാവിന്റെ ആഖിറത്തിന്റെ ഒരു കാര്യവും ചോദിക്കുകയുമില്ല. ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. ഇത്രയും അങ്ങോട്ട് പുകഴ്ത്തി വെച്ചിട്ട് റബ്ബിനോട് പറയാ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് ഹിദായത്ത് താ. ഇതാണ് ദുആ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട അയ്യൂബ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ചെയ്യാനുള്ളത് സഹോദരങ്ങളെ റബ്ബിനെ പരമാവധി പുകഴ്ത്തുക. ഇനി രണ്ടാമത്തെ പ്രവാചകൻ ആരാ? അടുത്ത ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. യൂനുസ് നബി അലൈഹിസ്സലാം, ദന്നൂൻ എന്ന് പറഞ്ഞാൽ യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത എന്ത്? യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല കടലിൽ വലിച്ചെറിയാനുള്ള തീരുമാനമെടുത്തു. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കടലിൽ വലിച്ചെറിയണം. ശ്രദ്ധിക്ക്, കടലിൽ വലിച്ചെറിയാൻ തീരുമാനം എടുക്കുമ്പോ അല്ലാഹു എന്താ ചെയ്തെന്നറിയോ? മത്സ്യത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഏയ് എന്റെ യൂനുസിന്റെ രോമം കൊഴിയരുത്, എന്റെ യൂനുസിന്റെ മാംസം ചതയരുത്, എന്റെ യൂനുസിന്റെ എല്ല് പൊട്ടരുത്, നീ നന്നായിട്ട് കെയർ ചെയ്തോളണം. അള്ളാഹുവിന്റെ നിർദ്ദേശം മത്സ്യത്തിന്. സുബ്ഹാനല്ലാഹ്. വിഴുങ്ങി നേരെ മത്സ്യം കടലിന്റെ അടിത്തട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ കടലിന്റെ അടിത്തട്ടില, അവിടെ ചെന്നപ്പോ എന്തോ ഒരു മർമ്മര ശബ്ദം, എന്തോ ഒരു വല്ലാത്തൊരു ശബ്ദം, ഒരു ചലപില കേൾക്കുന്നു. എന്താന്നറിയാൻ വേണ്ടിയിട്ട് അയ്യൂബിനെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബേ ഇതെന്താണ്? മഹാനായ റബ്ബ്, റബ്ബേ ഇതെന്താണ് ഈ കേൾക്കുന്നത്? ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ഹാദാ തസ്ബീഹു ദവാബിൽ മാ, ഇത് കടലിലെ പരൽ മത്സ്യങ്ങളും വലിയ വലിയ ഹിംസ്ര ജന്തുക്കളും നീലത്തിമിംഗലം പോലുള്ള വലിയ ഭീമാകാരമായ ജീവികളും എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നതാണ്. കടലിന്റെ അടിയില് മത്സ്യങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നത് യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് കേട്ടു. ആ സെക്കൻഡിൽ യൂനുസ് നബി വിളിച്ചു പറഞ്ഞ എന്താണെന്നറിയോ? വനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.
അല്ലാഹുവേ, ഇരുളുകളിൽ കിടന്ന് യൂനുസ് നബി വിളിക്കുകയാ. ഒന്ന് രാത്രിയുടെ ഇരുള്, രണ്ട് മത്സ്യത്തിന്റെ ഉദരമാകുന്ന ഇരുള്, മൂന്നാമത്തേത് കടലിന്റെ അടിത്തട്ടാകുന്ന ഇരുള്. ഈ മൂന്ന് ഇരുളുകളിൽ കിടന്ന് യൂനുസ് നബി വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ അക്രമിയായി പോയി, നീ എത്ര പരിശുദ്ധനാണ്. ഇതാര് കേട്ടു? മലായികത്തുകൾ കേട്ടു. കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന യൂനുസ് നബിയുടെ മർമര ശബ്ദം ആര് കേട്ടു? ആ കടലിന്റെ അടിത്തട്ടിന്റെ മത്സ്യങ്ങളുടെ തസ്ബീഹാകുന്ന മർമര ശബ്ദം വയറ്റിൽ കിടന്ന് യൂനുസ് നബി കേട്ടതുപോലെ യൂനുസ് നബിയാകുന്ന പ്രവാചകനെ വയറ്റിൽ കിടന്ന് ചൊല്ലിയ തസ്ബീഹിന്റെ അലയൊലികൾ ഏഴാകാശങ്ങൾക്ക് മുകളിൽ അള്ളാന്റെ മലായികത്തുകൾ കേട്ട് ചോദിച്ചു, മാഹാദാ യാ റബ്ബ്, ഇതെന്തായി കേൾക്കുന്നത്? ഇന്നാ നസ്മഉ സൗതൻ ലഈഫൻ ബിഅർദിൻ ഗരീബാ. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ശബ്ദം കേൾക്കുന്നല്ലോ, ഇതെന്താണ്? ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ഇതെന്റെ യൂനുസ് ചെല്ലുന്ന തസ്ബീഹാണ്, ഇതെന്റെ യൂനുസ് ചെല്ലുന്ന തസ്ബീഹാണ്. സഹോദരങ്ങളെ, മലായികത്തുകൾ പറഞ്ഞു, ഞങ്ങളുടെ യൂനുസിനെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹു ഉടൻ തന്നെ ഉത്തരം കൊടുത്തു. എന്തെന്നറിയോ? ഫസ്തജബ്നാ ലഹു. യൂനുസ് നബിക്ക് നാം ഉടനെ ഉത്തരം കൊടുത്തു. വനജൈനാഹു മിനൽ ഗമ്മി. ആ മനക്ലേശത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. നാട്ടുകല്ലിലുള്ളവരുടെ ക്ലേശം മാറ്റിത്തരാനും അല്ലാഹുക്ക് കഴിയും. അല്ലാഹുക്ക് കഴിയും. അപ്പോ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആ ഉദരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. മറ്റൊരായത്തിൽ കാണാം, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അഥൂൻ. മഹാനായ യൂനുസ് നബി കടൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ലോകം അവസാനിക്കുന്നത് വരെയും അദ്ദേഹത്തിന്റെ ഖബർ മത്സ്യത്തിന്റെ വയറാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ. തസ്ബീഹ് ചൊല്ലിയപ്പോൾ അല്ലാഹു രക്ഷപ്പെടുത്തി. തസ്ബീഹ് ചൊല്ലിയപ്പോൾ അല്ലാഹു രക്ഷപ്പെടുത്തി. നിങ്ങൾ നോക്ക്, ഇവിടെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ എന്താണ്? ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ആരാ രക്ഷപ്പെടുക? നടുകടൽ അല്ല, കടലിന്റെ അടിത്തട്ട്, മത്സ്യത്തിന്റെ ഉദരം. മത്സ്യത്തിന്റെ വയറ് കീറിയിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയാൽ തന്നെ വെള്ളത്തിലല്ലേ വീഴുള്ളൂ, അല്ലേ? അപ്പൊ പ്രതിസന്ധിയുടെ മേൽ പ്രതിസന്ധി, വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോ യൂനുസ് നബിയുടെ ദുആ അല്ലാഹ് കേട്ടത് എന്തുകൊണ്ടാ? യൂനുസ് നബി ദുആ ചെയ്ത ശൈലിയിൽ രണ്ടാമത്തേതാണ് നമ്മുടെ ശൈലിയിൽ കൊണ്ടുവരേണ്ട രണ്ടാമത്തെ ശൈലി ഏതെന്നറിയോ? യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ അക്രമിയാണ്, ഞാൻ മോശപ്പെട്ടവനാണ്, ഞാൻ ധിക്കാരിയാണ്, ഞാൻ തെമ്മാടിയാണ്, ഞാൻ അഹങ്കാരിയാണ്, ഞാൻ കൊള്ളാത്തവനാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ ലഈഫാണ്, ഞാൻ ഫഖീറാണ്. ഇങ്ങനെ നമ്മളെ ന്യൂനതകൾ റബ്ബിനോട് പറയണം. മനസ്സിലായില്ലേ? അപ്പൊ രണ്ടാമത്തെ ദുആ ശൈലി എങ്ങനെ? യൂനുസ് നബിയുടെ ശൈലി എന്താ? നമ്മുടെ കുറവുകൾ റബ്ബിനോട് പറയുക. ഒന്ന്, അള്ളാഹുവിനെ പറ്റി പറ്റുന്ന അവസരത്തിൽ പുകഴ്ത്തുക. രണ്ട്, നമ്മുടെ ന്യൂനതകൾ അള്ളാഹുവിനോട് പറയുക. ഇത് നമ്മളെ നേരെ തിരിച്ചാണ്. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹ് നീ എന്നോട് മാത്രം എന്താ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ നിസ്കരിച്ചില്ലേ? അപ്പൊ നമ്മുടെ പോസിറ്റീവുകൾ മുന്നിൽ വെച്ചിട്ട് റബ്ബിന്റെ നെഗറ്റീവ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ദുആ സ്വീകരിക്കും? നമ്മൾ നേരെ തിരിക്കണം. അതിനെ അള്ളാഹിനെ പുകഴ്ത്തണം. അള്ളാഹ് നീ എന്തൊക്കെ ചെയ്താലും, നീ എന്ത് ശിക്ഷ, നീ എന്തൊക്കെ എന്നോട് കാണിച്ചാലും ഞാൻ പറയാണ്, നീ സ്നേഹമുള്ളവനാ, നീ കരുണയുള്ളവനാ, നീ കാരുണ്യമുള്ളവനാ. എടാ, വീട്ടില് വേലയ്ക്ക് നിൽക്കുന്ന ഒരുത്തൻ, വീട്ടില് വേലയ്ക്ക് നിൽക്കുന്ന ഒരാൾ, അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറയാം. അത് കഴിഞ്ഞ ലോക്ക്ഡൌൺ പീരീഡിൽ നമ്മൾ അതിനെ ഒരു മനോഹരമായ പദപ്രയോഗം കൊണ്ട് അതിനെ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അതിഥി തൊഴിലാളി. ഈ അതിഥി തൊഴിലാളിയെ നമ്മളെ വീട്ടിലെ പാല് കറക്കാനോ പുരയിടം വൃത്തിയാക്കാനോ വീട് അടിച്ചു വാരാനോ ഒക്കെ ആക്കി അവനെ നമ്മൾ ഒരൊറ്റ അടി അടിച്ചു. അവന്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി അടിച്ചു വെച്ചു. അവൻ പറയാൻ, നിങ്ങൾ എത്ര വേണോ അടിച്ചോ, എനിക്ക് നിങ്ങൾ ചങ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അടിക്കുമോ? ആ ഒരു സമയം തിരിഞ്ഞു നിന്നിട്ട്, നീ എന്തിനാ എന്നെ അടിച്ചത്? ഇനി അടിച്ച ഞാൻ നിന്നെ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യും കാലം കെട്ടിയിട്ട് അവനെ വീണ്ടും തല്ലും. പക്ഷെ അവൻ പറയാൻ, നിങ്ങൾ
എത്ര എന്നെ അടിച്ചാലും, നിങ്ങൾ ആട്ടി പുറത്താക്കിയാലും എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, നിങ്ങൾ അത്രയും കരുണയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണെങ്കിൽ പിന്നെ അവന്റെ കൈ പൊങ്ങും അവനെ തല്ലാൻ. ഇതല്ലേ റബ്ബ് പറഞ്ഞത്? കിട്ടുന്ന അവസരങ്ങളിലൊക്കെ റബ്ബിനെ പുകഴ്ത്ത്, പരമാവധി പടച്ചോനെ പുകഴ്ത്ത്. എന്നിട്ട് നമ്മുടെ കുറവുകൾ പറ. അല്ലാഹുവേ ഞാൻ അക്രമിയാണ്. ലോകത്തെ ആദ്യത്തെ പ്രാർത്ഥന ഏതാണ്? ഇതൊക്കെ പഠിക്കണം. ചുമ്മാ സിറാത്തും കബറും നരകവും സ്വർഗവും പെണ്ണുങ്ങളൊക്കെ കരഞ്ഞ് പറയൊക്കെ പിടിച്ച് മോന്ത തുടച്ചോണ്ടാ പോകുന്ന പെണ്ണുങ്ങൾ. കരഞ്ഞിട്ട് കബർ പറഞ്ഞിട്ട് കരഞ്ഞു, സ്വർഗം പറഞ്ഞിട്ട് ഓ ഇതൊക്കെ നേടിയാ മതി, നരകം പറഞ്ഞിട്ട് പേടിച്ചു വിറച്ചിരിക്കാൻ. ഇനി സ്വർഗവും നരകവും കബറും സിറാത്തും ഒന്നുമല്ല പറയേണ്ടത്. ഈ ഉമ്മത്തിന്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ ഈ ഉമ്മത്തിന്റെ ഈമാനിന് ഇസ്തിഖാമത്തിനെ പറ്റിയാ പ്രസംഗിക്കേണ്ടത്. ഈ ഉമ്മത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ വർഗീയ ശക്തികൾ ഒരു ഭാഗത്ത് നാസ്തികവാദികൾ, ഒരു ഭാഗത്ത് സമുദായത്തിനകത്തുള്ള ബിദഈ പ്രസ്ഥാനക്കാർ നമ്മുടെ പരിശുദ്ധമായ ദീനിന്റെ സ്വത്വബോധത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോ ഈ ഉമ്മത്തിന് ഖബർ പറഞ്ഞ് സുഖിപ്പിക്കാൻ, നരകം പറഞ്ഞ് പേടിപ്പിക്കാൻ, സ്വർഗം പറഞ്ഞ് സുഖിപ്പിക്കാൻ നമ്മുടെ വേദികൾ ഉപയോഗിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞു കൊടുക്കേണ്ടത് എന്തു വന്നാലും ഈമാൻ പിടിച്ചു നിർത്താൻ എന്താ വഴിയെന്ന് പറഞ്ഞു കൊടുക്കണം. അതാ പ്രസംഗിക്കേണ്ടത് ഇപ്പോ ഈ കാലഘട്ടത്തില്. അല്ലാന്ന് ആര് പറഞ്ഞാലും ഇതിന്റെ അഭിപ്രായമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള മുഴുവൻ വേദികളിലും ഞാൻ എന്റെ അടുത്ത് ഖബർ പറയുമ്പോൾ ഞാൻ ചോദിക്കും, പിരിവുണ്ടല്ലേ? പിരിവ് കാണും, ഇല്ലെങ്കിൽ ഖബർ പറയാൻ പറയൂലല്ലോ. ഉസ്താദെ നിങ്ങൾ ഖബറിനെ പറ്റി അങ്ങോട്ട് പറയും. അപ്പൊ കൃത്യമായിട്ട് അറിയാം പള്ളി ടൈലിടാനുണ്ടെന്ന്. അപ്പൊ നമ്മുടെ വാഴലൊക്കെ എങ്ങനെയാ? അത് മാറണം. ഇത്രയും സഹോദരങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഒരാൾ എന്ത് പ്രതിസന്ധി വന്നാലും ഈമാൻ ചോർന്നു പോകാതിരിക്കാനുള്ള ഒരു ചെറിയ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ശകലം, ഒരു പാർട്ട്, ഒരു ഹദീസിന്റെ ഒരു മുറി അവർക്ക് കിട്ടി അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. അതിനപ്പുറം ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ള സർവ്വ സന്നാഹങ്ങളും നമുക്കുണ്ടാകുന്നതിനേക്കാളൊക്കെ കരണീയമതല്ലേ, അഭികാമ്യമതല്ലേ, അല്ല അനിവാര്യവുമതല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള മേഖലകളിൽ അങ്ങനെയാണ് പ്രസംഗം വെക്കേണ്ടത്. ഉസ്താദന്മാർക്ക് അങ്ങനെ വിഷയം കൊടുക്കണം, ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. എത്ര പേർക്കറിയാം മതത്തിന്റെ വിഷയങ്ങൾ? ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഉസ്താദന്മാർക്കറിയാം, ലോക്ക്ഡൌൺ സമയത്ത് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറുമ്പോ കമ്മിറ്റി മെമ്പറാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറയാണ്, നിസ്കരിക്കാൻ പള്ളിയിൽ ഉണ്ട്, അവൻ പറയാണ് ഒരു ശ്രദ്ധയ്ക്ക് ഒരു പ്രത്യേക ശ്രദ്ധിക്കണം, ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. മുസല്ല കൊണ്ടുവരാൻ കൃത്യമായി കമ്മിറ്റിയുടെ തീരുമാനമായിരുന്നു. മുസല്ല കൊണ്ടുവരാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പുറകിൽ കസേര ഇട്ടിട്ടുണ്ട്, അവരുടെ മുഖം നിലത്ത് വെക്കരുത്, ഇരുന്ന് നിസ്കരിക്കണം. ആലോചിച്ച് നോക്കി. അല്ല പറഞ്ഞു കഴിവുള്ളവനാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ നിന്ന് നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ 14 ഫർളിൽ ഒന്നാണ്. നിസ്കാരത്തിന്റെ ഫർള് റുകൂഉം സുജൂദും പോലെ ഒരു ഫർളാണ് നിന്ന് നിസ്കരിക്കണം എന്നുള്ളത്. ജോയിന്റ് സെക്രട്ടറി പറയാണ്, മുസല്ല കൊണ്ടുവരാത്തവർക്കൊക്കെ ഇരുന്ന് നിസ്കരിക്കാൻ സൗകര്യം കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോ നമ്മൾ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ പിന്നെ നമ്മളല്ലാതെ ആരാ ഇത് പറയേണ്ടത്? നമ്മളല്ലാതെ ഇത് ആരാ പറയേണ്ടത്? നമ്മൾ ഏതെങ്കിലുമൊക്കെ ആളായി പോകും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തീവ്രവാദിയാ, അതൊക്കെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഇരുന്ന് നമ്മുടെ ജീവിതത്തെ, അള്ളാഹു തന്ന ആ ഒരു സൗഭാഗ്യം, ആരോഗ്യത്തെ നമ്മൾ ആ നിലയിൽ വിനിയോഗിക്കണ്ടേ? അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ പ്രവാചകൻ യൂനുസ് നബിയാണ്. അദ്ദേഹത്തിന്റെ ദുആയുടെ ശൈലി നമ്മുടെ ബലഹീനതകളെ, കുറവുകളൊക്കെ റബ്ബിനോട് പറയാം, എന്നിട്ട് ദുആ രക്കുക. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും, ഉറപ്പാ. ഇനി മൂന്നാമത്തെ നോക്ക്. ഇനി മൂന്നാമത്തേത് അള്ളാഹു പറയുകയാണ്, വസക്കരിയാ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തതോർക്കോ. എന്താ ദുആ എന്നത്? റബ്ബി ലാ തദർനി ഫർദാ, അല്ലാഹുവേ പടച്ചവനെ നീ ഒരിക്കലും എന്നെ ഒറ്റയാനാക്കല്ലേ അല്ലാ, ഒറ്റപ്പെടുത്തി കളയല്ല റബ്ബേ, വാല് മുറിഞ്ഞവനാക്കല്ല റബ്ബേ. അല്ലാഹുവേ വഅൻത ഖൈറുൽ വാരിസീൻ, നീ അനന്തരം കൊടുക്കുന്നവരിൽ ഖൈറായവനാണ്.
അല്ലാഹുവേ എനിക്ക് മക്കളില്ല പടച്ചവനെ നിനക്ക് കഴിയാത്ത ഒന്നുമില്ലല്ലോ എനിക്ക് മക്കളെ തരണേ അല്ലാ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും റബ്ബേ എനിക്കൊരു അനന്തരമനില്ലാതെ പോകും റബ്ബേ ഇത് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആയ ആ സമയത്ത് അല്ലാഹു എന്താ പറഞ്ഞത് അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഉത്തരം നാം ഉടനെ കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിന് യഹ്യ എന്ന പേരുള്ള മോനെയും കൊടുത്തു മറിയമിൽ പറഞ്ഞു വലം തകു സമീ വലം യകു സമീയ അല്ലേ വലം തകു ഇന്ന് വരെ അങ്ങനെ ഒരു പേര് വേറെ ആർക്കും ഇട്ടില്ല യഹ്യ മോനെ കൊടുക്കുക മാത്രമല്ല പേരും കൂടെ ഇട്ട് കൊടുത്തല്ലാവൂ ചിന്തിച്ചു നോക്ക് മക്കളെ ജീവിതത്തിന്റെ അവസാനം അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഒരു മോനെ കിട്ടുന്ന വലിയ അത്ഭുതമൊന്നും അല്ലല്ലോ അത്ഭുതമല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സക്കരിയ നബിക്ക് മോനെ കിട്ടിയത് അത്ഭുതമാണ് ഇബ്രാഹിം നബിക്ക് മോനെ കിട്ടിയത് അത്ഭുതമല്ല അത് അത്ഭുതമല്ല കാരണം എന്താ ഇബ്രാഹിം നബിക്ക് പ്രായം 19 കഴിഞ്ഞു എങ്കിലും ഭാര്യ പ്രായം ഉണ്ടെന്നേ ഉള്ളൂ ഈ അടുത്ത സമയത്തല്ലേ 100 വയസ്സ് 90 വയസ്സോ എത്രയുള്ള ഒരു സ്ത്രീ പ്രസവിച്ചത് 90 വയസ്സുള്ള ഒരു സഹോദരി പ്രസവിച്ചു അത്ഭുതപ്പെടാനൊന്നും ഇല്ല സഹോദരങ്ങളെ അത്ഭുതപ്പെടാനൊന്നുമില്ല ആണ് പെണ്ണായും പെണ്ണാണായും മാറുന്ന ഈ ലോകത്ത് എന്താണ് ഒരു അത്ഭുതം നമുക്കില്ല ഇപ്പൊ നടക്കുന്ന ഒന്നിലും ഒരു അത്ഭുതമില്ല ഒരു അഡ്വഞ്ചർ ഇല്ല ഇതിലൊന്നും കാരണം എന്താണ് ഒരു അത്ഭുതവും നമുക്ക് വേണ്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിലും ഇസ്ഹാഖും എന്ന മകനെ കിട്ടിയത് അത്ഭുതമില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ ഭാര്യ പ്രായാധിക്യം ചെന്നവര് മാത്രമേ ഉള്ളൂ പക്ഷേ സക്കരിയ നബിയുടെ ഭാര്യ അങ്ങനെയല്ല സക്കരിയ നബിക്ക് പ്രായമേറെയായി പക്ഷേ മാത്രമല്ല ഭാര്യ ആരാ വകാനത് ഇംറഅതി ആഖിറാ മറിയമിലെ സക്കരിയ നബിയുടെ ദുആയാണ് വകാനത് ഇംറഅതി ആഖിറാ എന്റെ പ്രിയപ്പെട്ട ഭാര്യ മലടിയാണ് പടച്ചവനെ മലടി എന്റെ പ്രിയതമ മച്ചിയാണ് റബ്ബേ അവള് പ്രസവിക്കാത്തവളാണ് അപ്രസവിക്കാത്തവൾക്ക് അല്ലാഹു ആരെ കൊടുത്തു വവഹബ്നാ ലഹു യഹ്യാ അവർക്ക് നാം യഹ്യ എന്ന ഒരു മോനെ കൊടുത്തു പേരിട്ട് കൊടുത്തു ആ മകനെ നബിയാക്കി യഹ്യ നബി അലൈഹിസ്സലാം എന്തേ അല്ലാഹുവിന് കഴിവുണ്ട് എന്താ കാര്യം യഹ്യ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ സ്വീകരിക്കാനുള്ള കാരണം സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ശൈലി മൂന്നാമത് നമ്മൾ അനുവർത്തിക്കേണ്ട ശൈലിയാണ് ഏതെന്നറിയോ പടച്ചവനെ നീ ഞാൻ ഈ ചോദിക്കുന്ന കുഞ്ഞിനെ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ വാലറ്റുപോയി എനിക്ക് അനന്തരാവകാശികളില്ല എന്ന് പറഞ്ഞാൽ ഈ ചോദിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എനിക്ക് ബോധ്യമുണ്ട് എന്ന് റബ്ബിനോട് പറയാം അല്ലാഹുവേ എന്റെ മോനെ നീ ഗൾഫിൽ പോകാനുള്ള ഒരു അവസരം കൊടുക്കണേ അല്ലാ നീ എത്ര പേരെ ഗൾഫിൽ വിട്ടു റബ്ബേ നീ എനിക്കൊരു മോനെ തന്നല്ലോ റബ്ബേ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട മോനെ നീ വിദേശത്തേക്ക് പോകാനുള്ള ഒരു സൗകര്യം കൊടുക്കണേ അല്ലാ ഇത് റബ്ബിനെ പുകഴ്ത്തല് രണ്ടാമത് അല്ലാഹുവേ ഞാൻ ചോദിക്കാൻ നിന്റെ ഒരു അടിമയാണ് നിന്റെ ഒരു എളിയ ദാസിയാണ് ഒരു ദാസനാണ് എനിക്ക് നീയല്ലേ ഉള്ളൂ അപ്പൊ സ്വയം ലഅഫ് പ്രകടിപ്പിച്ചതായി പിന്നെ പറയണം അല്ലാ ഗൾഫിലേക്ക് പോയില്ലെങ്കിൽ കുടുംബം വലിയ പട്ടിണിയിലാണ് അല്ലാഹ് അവൻ പോയാൽ എന്തെങ്കിലും പച്ച പിടിക്കൊള്ളൂ നീ കരുണ ചൊരിയണേ അപ്പൊ മൂന്നാമത്തതുമായി ഇത് ഇത്രേ പറഞ്ഞുള്ളൂ ഖുർആൻ ലോകത്തെ ആദ്യത്തെ പ്രാർത്ഥന ഏതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിഞ്ഞത് ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന ഏതാ ആദം നബി ഹവ്വ ബീവിയും ചെയ്ത പ്രാർത്ഥന ഏതാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ളലംനാ അൻഫുസനാ ഞങ്ങളുടെ ശരീരത്തോട് ദുൽമ കാണിച്ചു അല്ലാഹ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ ശരീരത്തോട് ഞങ്ങൾ ദുൽമ കാണിച്ചു വഇല്ലം തഗ്ഫിർ ലനാ നീ പൊറുത്തില്ലെങ്കിൽ വതർഹംനാ നീ ഞങ്ങൾക്ക് കരുണ കാണിച്ചില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും റബ്ബേ
അപ്പൊ 3 നബിമാരുടെയും ദുആയിൽ നിന്ന് നമുക്കുള്ള പാഠമേതാണ് ചോദിക്കുമ്പോ, 1 റബ്ബിനെ പരമാവധി പുകഴ്ത്തുക, 2 നമ്മുടെ ബലഹീനത പരമാവധി വെളിപ്പെടുത്തുക, 3 അല്ലാഹുവേ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന നഷ്ടം എനിക്ക് ബോധ്യമുണ്ട് റബ്ബേ. ഇത് പറഞ്ഞാൽ ഫസ്തജബ്നാ, ഉത്തരമല്ല തരുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, പ്രിയപ്പെട്ട സഹോദര, അള്ളാന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ റമളാനിന്റെ മുബാറക്കിന്റെ ആയത്തുകളെ സംബന്ധിച്ച് പറയുന്നതിന് ഇടയിൽ അല്ലാഹ് പറഞ്ഞതാണ്, വഇദാ സഅലക ഇബാദി അന്നി, എന്നെ പറ്റി അങ്ങയോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്, ഉജീബു ദഅവത ദാഇ ഇദാ ദഅ, എന്നോട് ചോദിക്കുന്നവനൊക്കെ ഞാൻ ഉത്തരം കൊടുക്കും. അതുകൊണ്ട് ഫൽയസ്തജീബൂലി, എന്നോട് ഉത്തരം തേടട്ടെ, വൽയുമിനൂ ബി, എന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർശുദൂൻ, അവർ സന്മാർഗികളാകും നബിയേ. അപ്പൊ സന്മാർഗത്തിന്റെ പന്താവ് ദുആയിൽ കാതൽ, ഏറ്റവും മർമ്മം അത് ദുആയാണ്. അത് ദുആയാണ്. എല്ലാം ദുആയല്ലേ? നിസ്കാരം ദുആ, നിസ്കാരം ദുആ, എല്ലാം ദുആ. ദുആ ഇല്ലാത്ത ഒരു അമല് നിങ്ങൾ പറ, ഒരു അമല് പറ, ദുആ ഇല്ലാത്ത ഒരു അമല് നിങ്ങൾ പറ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാ ഇബാദത്താണല്ലോ. എത്രത്തോളം? ബാത്റൂമിൽ പോകുന്നത് പോലും ഇബാദത്താ ഒരു മുഅ്മിന്. ബാത്റൂമിൽ പോകുന്നത് ഇബാദത്താണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഇബാദത്താണ്. ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് പല ആശങ്കയായി, നബിയെ അങ്ങനെയൊക്കെ ഉണ്ടോ? അത് അവരുടെ ശരീരത്തിന്റെ ദാഹം തീർക്കാൻ പോകുന്നതല്ലേ, അതും ഇബാദത്താവുന്നത് എങ്ങനെയാ? നബി തങ്ങൾ ചോദിച്ചു, ഏതെങ്കിലും ഒരു അന്യ പെണ്ണിനെ കൈവച്ചാൽ അതിൽ തിന്മയുണ്ടോ, അതിൽ കുറ്റമുണ്ടോ? ഉണ്ട്. എന്നാൽ സ്വന്തം ഭാര്യയെ സമീപിക്കുമ്പോ അതിന് പുണ്യവുമുണ്ട് സഹാബാ, ഇബാദത്താണത്. അതുകൊണ്ടല്ലേ ദുആ, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന ഫീമാ റസഖതനാ, ഞങ്ങളുടെ ഈ സംഗമത്തിലും ഞങ്ങളുടെ സംഗമത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞിലും നീ പിശാചിനെ അകറ്റണേ അല്ലാഹ്. ദുആ ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് മക്കൾ കണ്ണി കണ്ടവന്റെ കൂടെ ഓടുന്നത്. ഈ ദുആ ഇല്ലാത്തതുകൊണ്ടാണ് പോയത്. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ദുആ ഇല്ലാത്തത് കൊണ്ടാണ് ശൈത്താൻ കൊണ്ടുപോയത് മക്കളെ. ഈ ദുആ ഇല്ലാത്തത് കൊണ്ടാണ് പഴച്ചു പോകുന്നത്. അപ്പൊ ദുആ ഉണ്ട്. ബാത്റൂമിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസി, ആൺ പെൺ പിശാചിൽ നിന്ന്. അതിന് ചില ആളുകൾ ആൺ കൊതു പെൺ കൊതു എന്ന് പറയുന്നു. അപ്പൊ ആൺ പെൺ പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ട് അകത്തോട്ട് കയറുന്നു. പള്ളി കയറുമ്പോ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, പള്ളിയിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. എവിടെയാ ദുആ ഇല്ലാത്തത്? വാഹനം കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅത്താഇ സഫർ വകഅബത്തിൽ മൻദർ വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി വൽ ബലദ്. എല്ലാത്തിനും ദുആയല്ലേ? ഏതിലാ ദുആ ഇല്ലാത്തത്? ദുആയാണ് ഒരു മനുഷ്യന്റെ ഇബാദത്ത്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദുആ, ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് പരസ്പരം പൂരകങ്ങളാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ ചെയ്യ്, അല്ലാഹുവിലേക്ക് കരങ്ങൾ നീട്ട്. പടപ്പുകളുടെ മുമ്പിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് പരിമിതികളുണ്ട്. സങ്കടങ്ങൾ റബ്ബിന്റെ മുന്നിൽ നമുക്ക് പറയാം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഏതെങ്കിലും മഹാന്മാരുടെ മുമ്പിൽ, സാലിഹീങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് ഒന്ന് ദുആരക്കണമെന്ന് പറയുന്നതിന് ഞാൻ വിരുദ്ധനല്ല. അത് അങ്ങനെ ചെയ്യണമെന്നാണ്. ഞാനൊരു വേദിയിൽ പോയാൽ, ആ ഒരു നാട്ടിൽ പോയാൽ പരമാവധി ആ നാട്ടിലെ ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ പോയി കണ്ട് ദുആ ചെയ്യിപ്പിക്കും. മരണപ്പെട്ട മഹാന്മാരുണ്ടെങ്കിൽ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യും. കാരണം എന്താണ്? ദൈനംദിനം നൈരന്തര്യം നമ്മൾ ഓട്ടത്തിനിടയിലായി പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനകൾ മാത്രമാണുള്ളത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളതും അത് തന്നെ. നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തണം. നമുക്ക് എപ്പോഴും പരസ്പരം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ എന്റെ സഹോദരങ്ങളെ, നമ്മൾ ആരോട് ദുആ ചെയ്യണം? അല്ലാഹുവിനോടാണ് ദുആ ഇറക്കേണ്ടത്. ഒരിക്കലും നശിച്ചു പോകൂല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ലൻ യുഹ്ലക മഅ ദുആഇ അഹദുൻ, ലൻ യുഹ്ലക അബ്ദുൻ, ഒരാളും നശിച്ചു പോകില്ല. മഅ ദുആ, ദുആ ഉള്ളതോടൊപ്പം ഒരാളും നശിച്ചു പോകൂല. റബ്ബിനോട് കരങ്ങൾ നീട്ടണം. ആളുകളോട് ചോദിച്ചാൽ റമളാനാണ്, വീട്ടിന്റെ മുമ്പിൽ വന്ന് കതകിനെ മുട്ടി. നമ്മളും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? പടപ്പുകളും പടച്ചവനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? നമ്മൾ 1000 നന്മ ചെയ്ത് അയാൾക്ക്
എന്നിട്ട് എപ്പോഴോ മനുഷ്യ സഹജമായ ഒരു തെറ്റുണ്ടായാൽ ഈ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ നന്മ മൊത്തം മറന്നിട്ട് ഈ തിന്മ ഓർത്തു വയ്ക്കും. പക്ഷെ റബ്ബോ 1000 തിന്മ നീ ചെയ്ത് എന്നിട്ട് ഒരു നന്മ നീ ചെയ്ത് 1000 തിന്മ അള്ളാഹ് മറക്കും. ആ ഒരു നന്മ അള്ളാഹു എടുക്കും. അതാണ് റബ്ബ് നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ലോകത്ത് എന്തിനെ പേടിച്ചാലും നമ്മൾ അതിൽ നിന്ന് ഓടി നിൽക്കുക. പാമ്പിനെ പേടിയാണ്. നമ്മൾ എന്ത് പേടിയെന്നും പറഞ്ഞ് ഓടിച്ചെന്നെടുത്ത് വാവാ സുരേഷ് ഇടുമ്പോൾ തോളത്തിടുവോ? കടുവയെ പേടിയാണ്. നമ്മൾ ഓടിച്ചെന്ന കടുവയുടെ കൈ പിടിക്കോ? ഇല്ല. നമ്മൾ പേടിച്ചാൽ എന്ത് ചെയ്യും? മാറിപ്പോവൂലേ? അള്ളാഹയെ പേടിയുണ്ട്, എന്താ ചെയ്യുന്നത്? ഓടി അങ്ങോട്ട് ചെല്ലണം. അള്ളാഹയെ പേടിച്ച് അങ്ങോട്ട് പോകണം. മഖ്ലൂഖിനെ പേടിച്ച് ഓടി അകലണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ശൈലി. ദുനിയാവിൽ ഒരു തെറ്റ് ചെയ്താൽ, ഞാനിപ്പോ ഒരാളെ കുറ്റി മലത്തിയിട്ട് നേരെ കത്തിയും കൊണ്ട് അടുത്ത പോലീസ് സ്റ്റേഷൻ, നാട്ടുകാരിലെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് ഞാൻ പറയാണ് ഞാൻ ഒരാളെ കുറ്റി എന്ന് പറഞ്ഞ ശിക്ഷ ഉറപ്പാ. ഞാൻ അതേസമയം കത്തി കളഞ്ഞിട്ട് റബ്ബിനോട് പറയാം ഞാൻ കുത്തിയല്ല പൊരുത്തപ്പെടുന്നു പറഞ്ഞാൽ രക്ഷ ഉറപ്പാ. അതാണ് പടപ്പുകളും പടച്ചവനും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരാള് റമദാനൊക്കെ അല്ലേ ബെല്ലടിച്ചു, കഥകിന് ബെല്ലടിച്ചു, കഥകിൽ മുട്ടി, അല്ലെങ്കിൽ പിന്നെ ബെല്ലടിച്ചു. ആ സമയത്ത് നമ്മൾ കഥക് തുറന്നു, ഒരുത്തം നിൽക്കുന്നു, 50 രൂപ എടുത്തു കൊടുത്തു. രണ്ടാമത്തെ ദിവസവും കഥകിന് മുട്ടി ബെല്ലടിച്ചു, കഥക് തുറന്നു. ഇന്നലെ അല്ലേ വന്നത്? തീരെ നിവർത്തിയില്ലാത്തോണ്ടാ. അവിടെ ഒന്നുമില്ല, ഇന്നലെ ധാരാളൊക്കെ ഇന്നലെ തന്നു എന്നും പറഞ്ഞ് കഥ കടക്കി. 3-ാം ദിവസം വന്ന അടി തല്ലി ഓടിക്കൂലേ? എന്നാൽ ഒരാൾ ആവർത്തിച്ച് നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. പക്ഷെ റബ്ബിന് അങ്ങനെയല്ല. ചോദിക്കും തോറും അവന് ഇഷ്ടം കൂടി വരികയാ. അതുകൊണ്ടാണ് അല്ലാഹു യഗ്ലിബു ഇൻ തറക്ത സുആലഹു വതറബ്ന ആദമ ഹീന യുസ്അലു യഗ്ലിബു. അല്ലാഹു യഗ്ലിബു ഇൻ തറക്ത സുആലഹു وتربن آدم حين يسأل يغلب. ആദമിന്റെ അല്ലാഹുവിനോട് ചോദിക്കാതിരുന്നാൽ അല്ലാഹുവിന് ദേഷ്യം വരും. ജനങ്ങളോട് ചോദിച്ചാൽ ദേഷ്യം വരും. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മളെ ഒരിക്കലും തള്ളാത്ത നമ്മുടെ റബ്ബ്, അവന്റെ മുന്നിൽ നമ്മളെ കരങ്ങൾ നീട്ടണം. നമ്മുടെ ദുഃഖങ്ങളെല്ലാം പടച്ചവനോട് പറയണം. റമളാൻ മാസത്തിന്റെ രാവുകളെ വെറുതെ കളയല്ലേ. ഈ മാസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? ഈ മാസത്തിന് നിരവധി പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും അറിയാം, എല്ലാ പ്രഭാഷകരും പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. നന്നായിട്ട് പെണ്ണുങ്ങൾ പ്രസംഗിക്കിപ്പോ. പെണ്ണുങ്ങള് ഇഷ്ടം പോലെ പ്രസംഗമാണ്. ഒരു ഭാഗത്ത് ഉസ്താദുമാരുടെ ഒക്കെ യൂട്യൂബ് കണ്ടിട്ട് നമുക്കൊന്നും തുടങ്ങണമല്ലോ, പിന്നെന്താ ചെയ്യാ. അങ്ങനെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ മത്തിക്കറിയാണിത്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ പിന്നെ ഇറച്ചിക്കറിയാണ്, ഇന്ന് ഞാൻ എങ്ങനെ നമുക്ക് കടലക്കറി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവരും ചാനൽ തുടങ്ങിയിരിക്കാൻ. അപ്പൊ അവർക്ക് മോഹമുണ്ട് പ്രസംഗിക്കണമെന്നൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് കേട്ട് തഴമ്പിച്ചു. റമദാൻ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10, രണ്ടാമത്തെ 10 ഗഫറത്തിന്റെ 10, മൂന്നാമത്തെ 10 നരകം. ഇത് വീണ്ടും പറയുമ്പോ അവർ ഇതെന്നല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ. റമളാന്റെ പ്രത്യേകത പറയുമ്പോ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് റബ്ബിന്റെ ഇഷ്ടത്തെ തിരഞ്ഞെടുത്തു. അത്ര തന്നെ. രാവിലെ രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചയ്ക്ക് ഉഷാറായി കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച്, ഡിന്നർ, ഇത് മുഴുവനും നമ്മൾ മാറ്റി. ഒരു മനുഷ്യ സഹജമായ 3 നേരത്തെ ഭക്ഷണം നമ്മൾ ഒഴിവാക്കി. എന്നിട്ട് ഒരു മനുഷ്യനും ചെയ്യാത്ത, ഒരു മനുഷ്യനും കഴിക്കാത്ത സമയത്ത് അലാറം വെച്ച് എഴുന്നേറ്റ് നമ്മൾ കഴിക്കാം. എപ്പോഴാ? സുബഹിക്ക് മുമ്പ് ആരെങ്കിലും ചിക്കനും റൊട്ടിയും കഴിക്കുവോ? ഒന്ന് ആലോചിച്ച് നോക്കിയ. സുബഹിക്ക് ഉറക്കപ്രാന്തിൽ എഴുന്നേറ്റിരുന്നിട്ട് ആരെങ്കിലും ചോറ് കഴിക്കുവോ? എന്താ കഴിക്കുന്നത്? എന്റെ റബ്ബിനോട് പറഞ്ഞത് കഴിക്കണോന്ന് ഈ സമയത്ത് സുന്നത്താക്കി. രാവിലെ കഴിക്കണമെന്നല്ലേ മനുഷ്യ സഹജമായി ലോകത്ത് എല്ലായിടത്തും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ആ സമയത്ത് എന്റെ റബ്ബ് കഴിക്കരുതെന്ന് പറഞ്ഞു. അത്ര തന്നെ. അപ്പൊ നമ്മുടെ ഇഷ്ടത്തെക്കാൾ നമുക്ക് ഹലാലാക്കി തന്ന ഭാര്യ എവിടെയും ഏത് സമയത്തും എപ്പോഴും ആരുടെ മുന്നിൽ നമുക്ക് കൊണ്ടുപോകാം. ആ ഭാര്യയെ വേണ്ട രീതിയിൽ നമുക്ക് പരിഗണിക്കാം, വേണ്ട രീതിയിൽ അവർ പരിഗണിക്കപ്പെടണം. പക്ഷേ അല്ല പറഞ്ഞു, പകല് പൊന്നാര മോനെ, നിന്റെ ഭാര്യയെ നീ തുടരുത്. വൈകാരികമായ തീഷ്ണമായ കണ്ണുകൾ കൊണ്ട് നിന്റെ ഭാര്യയെ നീ സമീപിക്കരുത്. എന്റെ റബ്ബേ, നീ എനിക്ക് ഹലാലാക്കിയതല്ലേ? ആണ്. പക്ഷെ ഞാൻ പറയാണ്, മഗ്‌രിബ് വാങ്ക് കേൾക്കുന്നവരെ തൊട്ടു പോകരുത്. നമ്മൾ ഒഴിവാക്കിയില്ലേ?
നല്ല ചൂട്. പാലക്കാടൻ ചൂടറിയാലോ, പാലക്കാടല്ലേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് പാലക്കാടും പിന്നെ പുനലൂരുമാണ്. ഈ പാലക്കാട് എന്ന് പറയുന്ന ഈ ജില്ലയിലെ ഈ ചൂട് പിടിച്ച ഈ അന്തരീക്ഷത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നല്ല ഉച്ച നേരത്ത്, നല്ല നട്ടുച്ച നേരത്ത് നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഡൈനിങ് ഹാളിൽ നല്ല വത്തക്ക മുറിച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നല്ല ജ്യൂസ് നമ്മളെ ഫ്രിഡ്ജിനകത്തിരിക്കുക, നല്ല തണുത്ത പാനീയം. അത് ഒരു ആരുമില്ല, ഭർത്താവ് ജോലിക്ക് പോയി, മക്കള് പഠിക്കാൻ പോയി, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി എന്തായാലും എനിക്ക് ആഴ്ചയിൽ ഒരു 7-5 നോമ്പ് കളാ വീട്ടണമല്ലോ, അക്കൂട്ടത്തിൽ ഇതും കൂടെ അങ്ങ് വീട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ആ ജ്യൂസ് എടുത്ത് കുടിക്കുവോ? ഇല്ല. അവളുടെ കൈവിറയ്ക്കും, അവളുടെ കൈവിറയ്ക്കും. എന്തുകൊണ്ടാ? ഈ സമയത്ത് ദാഹം അകറ്റരുത് എന്ന് എന്റെ റബ്ബിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ഞാൻ വേണ്ട, എനിക്ക് എന്റെ റബ്ബിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, എന്റെ റബ്ബിനോടാണ് എനിക്ക് താല്പര്യമുള്ളത്. ഈ റമദാൻ മാസത്തിൽ എന്റെ റബ്ബിനാണ് എനിക്ക് താല്പര്യം കൊടുക്കേണ്ടത്. ഈ ചിന്തയോടെ എല്ലാം ഉപേക്ഷിക്കുന്ന, അന്നപാനീയങ്ങളെ വികാര വിചാരങ്ങളെ ത്യജിക്കുന്ന മുസ്ലിം ഉമ്മത്തേ, ഈ പരിശുദ്ധ റമദാൻ നമുക്ക് അല്ലാഹു തന്ന മുൻഗാമികളൊക്കെ നേരിടുന്ന, ആ മുൻഗാമികൾ അനുഭവിച്ച ആ ആസ്വാദനം മുഴുവനും നാളെ പരലോകത്ത് നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു നമുക്ക് പ്രത്യേകമായ കവാടം തന്നെ തുറന്നു തന്നിട്ട്, റയ്യാൻ എന്ന കവാടം തുറന്നു തന്നിട്ട് അല്ലാഹുവിന്റെ സ്വർഗം നമ്മളെ കാത്തിരിക്കുമ്പോ സഹോദരങ്ങളെ, സ്വർഗം അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാ. യുസയ്യിനുല്ലാഹുൽ ജന്ന. റമളാന്റെ പ്രത്യേകതയാണ്, അല്ലാഹു സ്വർഗത്തെ അലങ്കരിക്കുന്നു. എല്ലാ വർഷവും റമളാനെ മോടി പിടിപ്പിക്കുന്നു. വല്ല ആവശ്യമുണ്ടോ? സ്വർഗം തന്നെ അലങ്കാരമല്ലേ? നമ്മൾ പള്ളി എന്തെങ്കിലും പെയിന്റ് അടിച്ചാൽ കുറ്റം, പള്ളി പെയിന്റ് അടിച്ചാൽ കുറ്റം. വീട് കഴുകിയാൽ ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ? ഈ സ്വർഗം റബ്ബ് എല്ലാ വർഷവും റമദാനിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്ക്, അപ്പൊ എന്തുമാത്രം അതിന്റെ മോടി കൂടിയിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയിൽ റമദാൻ നമ്മളെ കാത്തിരിക്കുന്നു. നാളെ പരിശുദ്ധമായ സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നു. ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത അമലുകളെ കാരണമായി അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞിട്ട് പടച്ചവന്റെ മുന്നിലെ കരങ്ങൾ നീട്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഇത് സ്വീകരിക്കണേ അല്ലാ. കഅബാലയത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനുഷ്യ നാഗരികതയുടെ പ്രപിതാമകനാ ദുആ ചെയ്തത്, അല്ലാഹുവേ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇത് സ്വീകരിക്കണമെന്നാണ്. അതുകൊണ്ട് ഏത് പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിന്റെ സമാപ്തിയിൽ നമ്മൾ പറയേണ്ടത് റബ്ബനാ തഖബ്ബൽ മിന്നാ. പടച്ചവനെ, നീ ഇത് സ്വീകരിക്കണേ അല്ലാ. അപ്പൊ ദുആ നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അമൂല്യമായ ഒരു നിഅമത്താണ്. ആ ദുആ ജീവിതത്തിൽ നമ്മൾ വളരെ വളരെ ഗൗരവത്തോടു കൂടി കണ്ട്, പ്രത്യേകിച്ച് റമളാൻ മുബാറക്കിന്റെ മനോഹരമായ രാവുകളിൽ, പകലുകളിൽ ആ ദുആ നമ്മൾ ഹയാത്താക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അലംഭാവങ്ങൾ ഒഴിവാക്കി, അലസതകൾ മാറ്റിവെച്ച് റബ്ബിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടി അല്ലാഹുവിനോട്, തമ്പുരാനോട് ഏറ്റുപറഞ്ഞ് സർവകാര്യങ്ങളും അവന്റെ മുന്നിൽ നിരത്തി അല്ലാഹുവിനോട് പറയാൻ നമുക്ക് കിട്ടിയ അവസരമാണ്. ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള സമയം ഏതെന്നറിയോ? റമളാനിൽ. ഏത് സമയമാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യന്, നോമ്പുകാരനാകുന്ന മനുഷ്യൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ തള്ളപ്പെടില്ല. ദുആ തള്ളപ്പെടാത്തൊരു സമയമാണ് ദുആ നോമ്പ് തുറക്കുമ്പോഴുള്ള സമയം. ഭക്ഷണം കഴിക്കുന്ന ആ നോമ്പ് തുറക്കാൻ ഒടുങ്ങുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ദുആ അല്ലാഹു തള്ളിക്കളയില്ല. അപ്പൊ കിട്ടുന്നൊരു അവസരമാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.